ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയുമായാണ്. നമുക്ക് മാളിലൊക്കെ കിട്ടുന്ന അതുപോലെയുള്ള 2 ഐറ്റം സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാം. നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നമുക്കത് സാധിക്കും. വീട്ടിൽ തന്നെ നമുക്ക് സ്വീറ്റ് കോൺ തയ്യാറാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളയ ചോളം വേണം നമുക്ക് എടുക്കാൻ. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇളയതാണിത്. ഇളയ ചോളം വേണം എടുക്കാൻ. നമ്മുടെ നാട്ടിൽ ഇതിന് കമ്പെന്നൊക്കെ പറയും. മുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ 2 ടേസ്റ്റിലാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിത് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കണേ. കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ സ്വീറ്റ് കോൺ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 വിസിൽ വരുന്ന വരെയാണ് ഞാനിത് വേവിച്ചത്. ഇനി നമുക്കിതിൻ്റെ കോൺസ് ഒന്ന് അടർത്തിയെടുക്കാം. ആദ്യം ഞാനിത് ഒരു സ്പൂണിൻ്റെ ബാക്ക് പാർട്ട് വെച്ചിട്ട് ഒന്ന് അടർത്തിയെടുക്കാം. 2 റോ നമുക്ക് ഇങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് പാർട്ട് വെച്ച് അടർത്തിയെടുക്കാം. ബാക്കി പിന്നീട് നമുക്ക് കൈകൊണ്ട് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഇളയ സ്വീറ്റ് കോൺ വേണം എടുക്കാൻ, എന്നാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ കോൺസ് എല്ലാം ഞാനിവിടെ അടർത്തി എടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഫ്രഷ് ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല, ഇഷ്ടംപോലെ അവൈലബിൾ ആണ് കടകളിൽ. പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ പാക്കറ്റായിട്ട് ഇങ്ങനെ സീഡ് മാത്രം അതും കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങുക. ഇളയത് വാങ്ങാൻ നോക്കുക. ഫ്രഷ് വാങ്ങണമെങ്കിൽ ഇളയത് വാങ്ങാൻ നോക്കുക, എന്നാലേ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. മൂത്താൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു പീസ് ബട്ടർ എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാം. മെൽറ്റായി വന്ന ബട്ടറിലോട്ട് നമ്മുടെ സ്വീറ്റ് കോണ് ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ചെറിയ ചൂടാവാൻ ജസ്റ്റ് ഒന്നും ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആ ബട്ടറിനോട് കൂടെ നമ്മുടെ പോപ്കോൺ ചേർന്നു. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് 2 ബൗളിലോട്ട് മാറ്റാം. ഞാനിവിടെ 2 ടൈപ്പിലുള്ള സ്വീറ്റ് കോൺ ആണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്പം ഉപ്പിട്ടാൽ മതി, എന്നാലും ഉപ്പുണ്ടാവും. സോൾട്ട് ബട്ടർ ആയതുകൊണ്ട്, സോൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടോട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് 2 രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിത് 2 ബൗളിലോട്ടാക്കി ഡിവൈഡ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ പോപ്കോണ് ബട്ടറിലിട്ട് പാടെ നമ്മൾ ബട്ടറിലിട്ട് ഉപ്പിട്ട് ഇളകിയ പാടെ നമ്മൾ ബൗളിലോട്ട് മാറ്റണം. കൂടുതൽ സമയം പാനിൽ കിടക്കാൻ പാടില്ല, അത് റഫാവും. പെട്ടെന്ന് നമ്മൾ ബൗളിലോട്ട് മാറ്റുക. ആ ചൂടോടെ തന്നെ നമുക്ക് ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കണം. പകുതി സ്വീറ്റ് കോണിലോട്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് സ്വീറ്റ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചാറ്റ് മസാല ചേർത്തിട്ടില്ല.
കുരുമുളക് പൊടിയും മുളക് പൊടിയും. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം. അതിന് ഞാനിവിടെ ചെറുനാരങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു മുറി തന്നെ ഫുള്ളായിട്ട് എടുക്കണ്ട. അതിൽ നിന്നൊരു ഇത്തിരി ഇതിലോട്ട് നല്ല പുളി വേണമെങ്കിൽ കൂടുതൽ ഒരു പിഴിഞ്ഞാൽ മതി. ഓവർ പുളി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത്തിരി പുളി ഇതിലോട്ടും ഇത്തിരി പുളി ഇതിലോട്ടും പിഴിഞ്ഞ് ചേർക്കണം. ഞാൻ ആ നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നല്ല പുളി വേണമെങ്കിൽ ഫുള്ളായിട്ട് പിഴിയേണ്ട ആവശ്യം വരുന്നില്ല. ചെറിയ പുളിയാണ് ഇതിലോട്ട് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് 2 ബൗളിലോട്ട് മാറ്റാം. ചെറിയ ബൗളിലോട്ട് മാറ്റാം. ഞാനിവിടെ കുറച്ച് ആളേ ഉള്ളൂ, അപ്പോൾ അല്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. കൂടുതൽ ആളുള്ളോട്ട് കൂടുതൽ സ്വീറ്റ് കോൺ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. മാളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള സ്വീറ്റ് കോണാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത്. മസാല ഇട്ടതും മസാല ഇല്ലാത്ത സ്വീറ്റ് കോണാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. മാളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മസാല ഇട്ടതിലോട്ട് വേണമെങ്കിൽ അല്പം ചാറ്റ് മസാല കൂടി നിങ്ങൾക്ക് ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. മക്കൾക്ക് ഇഷ്ടമാവും. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. ഞാൻ മധുരമുള്ളതാണ് ആദ്യമായിട്ട് ടേസ്റ്റ് നോക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇനി ആ മധുരം വായി നിന്ന് പോയിട്ട് ഞാൻ ഈ എരിവുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അതും സൂപ്പർ ടേസ്റ്റാണ്. എരിവുള്ളത് ഇഷ്ടമുള്ളവർക്ക് അതും, മധുരമുള്ളത് ഇഷ്ടമുള്ളവർക്ക് ഇതുമാണ് ടേസ്റ്റ് ഇഷ്ടപ്പെടുക. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ചുവപ്പ് ലെറ്ററിലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ ബൈ.